യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് ഒരുക്കിയ ഈ സുദിനത്തിൽ ദയാസാഗർ ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ ഏവർക്കും സ്വാഗതം ആശംസിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 41-ാമത്തെ തിരുവചനം. ഈ ഭൂമിയിൽ തൻ്റെ പരസ്യജീവിതം അവസാനിക്കാറായ സമയത്ത് ഈശോ ഗെത്സമനി വെച്ച് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടി അവരോട് കൊടുക്കുന്ന ഉപദേശമാണ് മത്തായിയുടെ സുവിശേഷം 26-41 നമ്മൾ വായിക്കുന്നത്. യേശു അവരോട് പറഞ്ഞു, പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ഹല്ലേലൂയ. പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ഈ ഒരു തിരുവചനത്തിൻ്റെ ആന്തരിക അർത്ഥങ്ങളിലേക്ക് ദൈവമായ കർത്താവ് എന്ത് ആഗ്രഹിച്ചുവോ അത് നമ്മുടെ ഹൃദയങ്ങളിൽ സ്വീകരിക്കാൻ ആഗ്രഹിച്ച് ആ കൃപ ലഭിക്കാൻ വേണ്ടി കരങ്ങളുയർത്തുമെന്ന് കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ വചനം ശ്രവിക്കുന്ന ഓരോ വ്യക്തികളെ ഹൃദയങ്ങൾ തുറക്കണമേ. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ വചനങ്ങളെ സ്വീകരിക്കുവാൻ ലീദിയായുടെ ഹൃദയത്തെ തുറന്നതുപോലെ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ കർത്താവേ. അങ്ങയുടെ മനസ്സറിയോ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ശുശ്രൂഷ തടസ്സമായി നിൽക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും ഈശോയുടെ നാമത്തിൽ ബന്ധിക്കുന്നു. തടസ്സങ്ങൾ വിട്ടുമാറിപ്പോടുന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവിക ചൈതന്യം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3 വർഷത്തെ പരസ്യജീവിതത്തിൻ്റെ സമാപ്തിയിൽ ഗെത്സമൻ തോട്ടത്തിൽ വെച്ച് ഈശോ തീവ്രമായ വേദനയാൽ പിതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ശിശുമാർക്ക് കൊടുക്കുന്ന അന്ത്യ ഉപദേശങ്ങളിൽ ഒന്നാണിത്. പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ എന്നുള്ളത്. താൻ തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാരുടെ ജീവിതത്തിൽ 3 വർഷക്കാലം ഈശോ അവരുടെ കൂടെ ജീവിച്ചു. ഈശോ തൻ്റെ വചനപ്രഘോഷണം കേൾക്കാൻ അവർക്ക് അവസരം കൊടുത്തു. താൻ പ്രവർത്തിച്ച അത്ഭുതങ്ങൾ കാണാൻ അവർക്ക് കർത്താവ് അവസരം കൊടുത്തു. അതിനൊക്കെ ശേഷം അവരെ 2 പേരെയായിട്ട് ഈശോ ശുശ്രൂഷയ്ക്കായി പറഞ്ഞയച്ച് അവർ തിരിച്ചു വരുമ്പോൾ, കർത്താവെ, അങ്ങയുടെ നാമത്തിൽ പിശാചുകൾ പോലും ഞങ്ങളെ അനുസരിക്കുന്നു, രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ അഭിമാനത്തോടെ ഈശോയുടെ പിന്നാലെ നടന്ന ശിഷ്യന്മാരാണ്. മരിച്ചവരെ ഉയർപ്പിക്കുന്നതും അപ്പം വർദ്ധിപ്പിക്കുന്നതും രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നതുമായ നിരവധി പ്രകടമായ അത്ഭുതങ്ങൾ കണ്ട ശിഷ്യന്മാരോട് തൻ്റെ പരസ്യജീവിത സമാപനത്തിൽ യേശുവിന് കൊടുക്കാനുള്ള ഉപദേശം, നിങ്ങൾ പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ എന്നുള്ളതാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവിൽ നിന്ന് നേരിട്ട് വചനം സ്വീകരിക്കുകയും യേശുവിൻ്റെ കൂടെ 3 വർഷം താമസിക്കുകയും യേശു ചെയ്ത എല്ലാ അത്ഭുത പ്രവൃത്തികളും കണ്ടിട്ടും കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചിട്ടും യേശുവിന് തൻ്റെ ശിഷ്യന്മാരോട് അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ കൊടുക്കാനുള്ള കൽപ്പന ഇതാണ്: നിങ്ങൾ പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ വചനം നമ്മുടെ ജീവിതത്തിൽ എത്രയോ അധികം കൂടുതൽ ജാഗരൂകതയോടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി യേശു മരിച്ച ഉയർത്തെഴുന്നേറ്റതിന് ശേഷം അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുടെ അടുത്തേക്ക് വരുമ്പോൾ യേശു അവർക്ക് കൊടുക്കുന്ന ഉപദേശവും മറ്റൊന്നല്ല. അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകം 1-ാം അധ്യായത്തിൽ 4-5 വാക്യങ്ങളിൽ വചനപ്രകാരം പഠിപ്പിക്കുന്നു. അവൻ അവരോടൊപ്പം ഭക്ഷണത്തിലിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്, എന്നിൽ നിന്ന് കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടതിന് ശേഷവും യേശു അവരോട് നിങ്ങൾ ഉടനെ പോയി പ്രവർത്തിക്കാനല്ല പറയുന്നത്. അവരോട് യേശു നേരത്തെ കൊടുത്ത കൽപ്പന നിങ്ങൾ കാത്തിരിക്കുവിൻ എന്നത് വീണ്ടും ആവർത്തിക്കുകയാണ്. നിങ്ങൾ കാത്തിരിക്കുവിൻ, എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. ഹല്ലേലൂയ. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
ദൈവ മനുഷ്യ സ്നേഹിത മരിയ വോൾത്താത്തെ കർത്താവ് കൊടുത്ത വെളിപ്പെടുത്തലിൽ ദൈവ മനുഷ്യ സ്നേഹിത എന്ന പുസ്തകത്തിൽ യേശുവിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് മരിയ വോൾത്താത്ത എഴുതി വെക്കുന്നൊരു കാര്യമുണ്ട്. ഈശോ തൻ്റെ അനുദിന ജീവിതത്തിൻ്റെ ആരംഭത്തിൽ എല്ലാ ദിവസവും പിതാവിനോട് നിരന്തരം പ്രാർത്ഥിച്ചിരുന്നു. പിതാവേ, എന്നെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന് യേശു നിരന്തരം പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ യേശു പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടാണ് ശിഷ്യന്മാർ കർത്താവെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറയുന്നത് എന്ന് മരിയ വോൾത്താത്ത അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സുവിശേഷങ്ങളിൽ യേശുവിൻ്റെ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ, സുവിശേഷകന്മാർ നമുക്ക് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള സുവിശേഷത്തെ നോക്കുമ്പോൾ, അതിലും യേശുവിൻ്റെ ജീവിതം മുഴുവൻ പ്രാർത്ഥനയുമായി ആഴമായി ഇണങ്ങിച്ചേർന്ന ജീവിതമാണ്. പിതാവിനോട് ചേർന്നുള്ള ജീവിതമാണ് യേശുവിൻ്റെത്. യേശു തൻ്റെ പരസ്യ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുത്തത് തൻ്റെ ശുശ്രൂഷയ്ക്കല്ല, മറിച്ച് തൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്കാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന് 33 വർഷത്തെ ജീവിത കാലഘട്ടത്തിൽ അതിൽ 30 വർഷവും ഈശോ പിതാവിനോട് ചേർന്ന് പ്രാർത്ഥനയിലായിരുന്നു. വചനം പഠിപ്പിക്കുന്നു, യേശു ജ്ഞാനത്തിലും പ്രായത്തിലും മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും പ്രീതിയിൽ വളർന്നു വന്നു എന്ന്. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്ന ഈശോ 30 വർഷക്കാലം ഈ ഭൂമിയിൽ തൻ്റെ പരസ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കത്തിലായിരുന്നു. 12ാമത്തെ വയസ്സിൽ ഈശോയെ ദേവാലയത്തിൽ വെച്ച് കാണാതാകുന്ന സമയത്ത് പരിശുദ്ധ അമ്മയും യോസേപ്പ് പിതാവും അന്വേഷിച്ച് ചെന്ന് കാണുന്ന ദേവാലയത്തിൽ വെച്ച് കണ്ടെത്തുമ്പോൾ അവൻ അവിടെ വേദശാസ്ത്രികളുമായി തർക്കിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവിടുത്തെ വേദ പണ്ഡിതന്മാര് 12 വയസ്സുള്ള ഈ ബാലനെ കുറിച്ച് അത്ഭുതപ്പെടുന്നുണ്ട്. ഇവനൊന്നും പഠിച്ചിട്ടില്ലാതിരിക്കെ ഇവന് എവിടെ നിന്നാണ് ഇത്രയും ജ്ഞാനമെന്ന് ചോദിച്ച് അവർ അത്ഭുതപ്പെടുന്നുണ്ട്. 12 വയസ്സുള്ളപ്പോൾ തന്നെ വേദശാസ്ത്രികളുമായി തർക്കിക്കാനും മാത്രം ആധികാരികതയുള്ള അഭിഷേകമുള്ള ബാലനായിരുന്നു യേശു. എന്നിട്ടും യേശു തൻ്റെ പരസ്യ ജീവിതം അപ്പോൾ ആരംഭിക്കുന്നില്ല. അതിനുശേഷം വീണ്ടും നീണ്ട 18 വർഷം കൂടി യേശു കാത്തിരുന്നു. ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വരുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 30ാമത്തെ വയസ്സിൽ ഈശോ പരസ്യ ജീവിതം ആരംഭിച്ചു കഴിഞ്ഞ് അടുത്ത 3 വർഷം ഈശോ ശുശ്രൂഷ ചെയ്യുമ്പോഴും ആ 3 വർഷത്തിനിടയ്ക്കും ഈശോയുടെ ജീവിതത്തിൻ്റെ ഒരു മർമ്മപ്രധാനമായ സമയം ഈശോ മാറ്റിവെച്ചത് ഈശോയുടെ ജീവിതത്തിൻ്റെ ഫോക്കസ് പിതാവിനോടുള്ള ബന്ധത്തിലായിരുന്നു. അത് നമ്മൾ സുവിശേഷങ്ങളിലൂടെ വളരെ വ്യക്തമായി കാണുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിൽ 3-ാം അധ്യായത്തിൽ 21 22 വാക്യങ്ങളിൽ ഈശോ ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ വേണ്ടി സ്നാപകന്റെ അടുത്ത് പോകുന്നതിനെ കുറിച്ച് ലൂക്കാ സുവിശേഷം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. അവിടെ വചനം പഠിപ്പിക്കുന്നു, അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. യേശു സ്നാപകന്റെ അടുത്ത് ചെന്ന് ജ്ഞാനസ്നാനം സ്വീകരിക്കുന്ന സമയത്ത്, ആ സമയത്ത് യേശു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, സ്നാനം സ്വീകരിക്കുന്ന സമയത്ത് ആ ഒരു അവസരത്തിലും പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്ന യേശു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് സ്വർഗം തുറക്കപ്പെടുന്ന അനുഭവം യേശുവിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുന്നത്. പരസ്യ ജീവിതം ഈശോ ആരംഭിക്കുന്നത് തന്നെ ഈ ജ്ഞാനസ്നാന ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥനയിൽ മുഴുകിയാണ്. ഹല്ലേലൂയ. 30 വർഷം പ്രാർത്ഥിച്ച് ഒരുങ്ങിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇനി പ്രാർത്ഥന ഒഴിവാക്കുന്നില്ല. അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ദൈവ പൈതലെ, ജീവിതത്തിൽ സ്വർഗം തുറക്കപ്പെടുന്ന അനുഭവം ആഗ്രഹിക്കുന്ന വ്യക്തികൾ, അത് ആത്മീയ ശുശ്രൂഷയിലുള്ളവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും എത്ര കാലം ഒരുങ്ങിയവരാണെങ്കിലും, പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ മാതൃക നമ്മുടെ മുൻപിലുണ്ട്. അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് സ്വർഗം തുറക്കപ്പെട്ടത്. യേശുവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് ബൈബിളിൽ കാണുന്ന 1-ാമത്തെ ഉദാഹരണം ഇതാണ്. യേശു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ഹല്ലേലൂയ. വീണ്ടും സുവിശേഷങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 2-ാമത്തെ തിരുവചനത്തിൽ യേശുവിൻ്റെ പ്രാർത്ഥനയുടെ വ്യത്യസ്തമായ ശൈലിയെക്കുറിച്ച് പറയുകയാണ്. യേശു 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ്. 30 വർഷം ഒരുങ്ങിയതാണ്. എന്നിട്ടും തൻ്റെ 3 വർഷത്തെ പരസ്യ ജീവിതത്തിന് വേണ്ടി യേശു ചെയ്യുന്ന കാര്യം, അവൻ 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ്. 12 വയസ്സുള്ളപ്പോൾ വേദശാസ്ത്രികളുമായി തർക്കിക്കാനും മാത്രം ആധികാരികത ഉണ്ടായിട്ടും അവരെ അത്ഭുതപ്പെടുത്തുന്ന ജ്ഞാനമുണ്ടായിട്ടും യേശു തൻ്റെ പരസ്യജീവിതം ആരംഭിക്കുമ്പോൾ അവൻ വീണ്ടും ഇതാ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചുകൊണ്ട് തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുക. 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചിട്ട്
3 വർഷത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ 40 ദിനരാത്രങ്ങൾ കഠിനമായി ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ ഈശോ ശ്രദ്ധ കൊടുക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ആത്മീയ മേഖലയിലും ഭൗതിക ജീവിതത്തിലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എത്രയധികം നമ്മൾ ഒരുങ്ങണം, അധ്വാനിക്കണം, പ്രാർത്ഥിച്ച് കരുതണം, പ്രാർത്ഥിച്ച് ഒരുങ്ങണമെന്ന് ഈശോ നമുക്ക് മാതൃക നൽകുകയാണ്. അവരിതാ 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു. ജോർദാനിൽ വെച്ച് ജ്ഞാനസ്നാനം സ്വീകരിച്ചപ്പോൾ യേശുവിനെ കുറിച്ച് വചനം പഠിപ്പിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിട്ടാണ് ജോർദാനിൽ നിന്ന് ഗലീലിലേക്ക് മടങ്ങുന്നത്. ഹല്ലേലൂയ. ജോർദാനിൽ നിന്ന് അവൻ മടങ്ങിയത് ആത്മാവിൽ നിറഞ്ഞിട്ടാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് സ്വീകരിച്ച യേശു മരുഭൂമിയിൽ 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞ യേശുവിൽ ഒരു കാര്യം കൂടി സംഭവിക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 14-ാമത്തെ വാക്യം വചനം പഠിപ്പിക്കുന്നു. യേശു ആത്മാവിന്റെ ശക്തിയോടുകൂടി ഗലീലിലേക്ക് മടങ്ങിപ്പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജ്ഞാനസ്നാന സമയത്ത് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് പിന്നെ മരുഭൂമിയിലേക്ക് പോയ ഈശോ ഇതാ മരുഭൂമിയിലെ ഉപവാസത്തിന് ശേഷം പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടി, ജ്ഞാനസ്നാന സമയത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ ഉപവാസ സമയത്ത് പരിശുദ്ധാത്മാവിനെ ശക്തിപ്പെട്ടു. തൻ്റെ പരസ്യ ജീവിതത്തിന് ആവശ്യമായ ശക്തി ഈശോ സ്വീകരിച്ചത് ഈ ഉപവാസ പ്രാർത്ഥനയിലൂടെയാണ്. അവൻ ആത്മാവിൻ്റെ ശക്തിയോടുകൂടി ഗലീലിലേക്ക് മടങ്ങിപ്പോയി. ഹല്ലേലൂയ, ഈശോയെ നന്ദി. പരിശുദ്ധാത്മാവ് നിറഞ്ഞ അനുഭവം കൊണ്ട് ഈശോ നിർത്തിയില്ല. ഈശോ പരിശുദ്ധാത്മാവ് ശക്തി പ്രാപിക്കാൻ വേണ്ടി മരുഭൂമിയിൽ സമയം ചെലവഴിച്ചു. ഇനി മുന്നോട്ടുള്ള പരസ്യജീവിതം, ഈശോയുടെ ജീവിതം വിലയിരുത്തുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞ അനുഭവം കൊണ്ടും പരിശുദ്ധാത്മാവ് ശക്തി പ്രാപിച്ച അഭിഷേകത്തിന്റെ അവസ്ഥ കൊണ്ടും ഈശോ നിർത്തുകയല്ല. ഈശോ തൻ്റെ പരസ്യ ജീവിതത്തിൽ ഉടനീളം ഈ കൃപയെ വീണ്ടും വീണ്ടും ഉജ്ജ്വലിപ്പിക്കാൻ വേണ്ടി അധ്വാനിക്കുകയാണ്. ഒരു പൂർണ്ണ മനുഷ്യൻ എന്ന നിലയിൽ ഒരു വ്യക്തി ചെയ്യേണ്ട പരിശ്രമം മുഴുവൻ ഈശോ അതിനുവേണ്ടി ചെയ്യുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ 15-ഉം 16-ഉം വാക്യങ്ങൾ നമ്മൾ കാണുന്നു. യേശുവിൻ്റെ കീർത്തി പൂർവാധികം വ്യാപിച്ചുകൊണ്ടിരുന്നു. രോഗശാന്തി നേടുന്നതിനും വചനം ശ്രവിക്കുന്നതിനുമായി എല്ലാ ദിക്കിൽ നിന്നും ആളുകൾ യേശുവിൻ്റെ ചുറ്റും വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് യേശു ചെയ്യുന്ന കാര്യം 16-ാമത്തെ വാക്യം, ആളുകൾ അവന് ചുറ്റും തിങ്ങിക്കൂടുമ്പോൾ അവനാകട്ടെ വിജന പ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൻ്റെ ജീവിതത്തിൽ, തൻ്റെ ശുശ്രൂഷയിൽ എന്തിനു വേണ്ടിയാണോ താൻ ഈ ഭൂമിയിലേക്ക് വന്നത്, ആ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജനക്കൂട്ടം ഓടിക്കൂടുന്ന സമയത്ത് ഈശോ ജനത്തിൻ്റെ പിന്നാലെ പോവുകയല്ല ചെയ്യുന്നത്. തൻ്റെ ശക്തിയുടെ സ്രോതസ്, തന്നെ അയച്ച പിതാവിനോട് ചേർന്നിരിക്കാൻ വേണ്ടി അവൻ വിജന പ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങി അവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിൽ 23-ാമത്തെ തിരുവചനത്തിലും ഈശോയുടെ വ്യക്തിപരമായ പ്രാർത്ഥനയെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്നു. അവൻ ജനക്കൂട്ടത്തെ പിരിച്ചു വിട്ടതിന് ശേഷം പ്രാർത്ഥിക്കാനായി മലമുകളിലേക്ക് കയറി. രോഗശാന്തി നൽകുമ്പോൾ, അപ്പം വർദ്ധിപ്പിക്കുമ്പോൾ, യേശു അഭിഷേകത്തോടെ വചന ശുശ്രൂഷ ചെയ്യുമ്പോൾ ജനം പിരിഞ്ഞു പോകുന്നില്ല. യേശു എവിടെ പോയാലും ജനക്കൂട്ടം യേശുവിന്റെ പിന്നാലെ പോവുകയാണ്. അതുകൊണ്ട് യേശു ചെയ്യുന്നൊരു കാര്യം, അവൻ ജനക്കൂട്ടത്തെ പിരിച്ചു വിട്ടതിന് ശേഷം മലയിലേക്ക് പ്രാർത്ഥിക്കാനായി പോയി. രാത്രിയായപ്പോഴും അവൻ അവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇന്ന് അനേകർ പറയുന്നൊരു കാര്യമുണ്ട്, ജോലി തിരക്ക് കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ജീവിത വ്യഗ്രത കൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ സമയമില്ല. യേശു ചെയ്ത കാര്യം, ആകപ്പാടെ 3 വർഷമാണ് പരസ്യജീവിതം ഉള്ളത്. ഈ 3 വർഷക്കാലത്ത് വചനപ്രഘോഷണം കൊണ്ട്, രോഗശാന്തി ശുശ്രൂഷ കൊണ്ട്, ഡെലിവറൻസ് ശുശ്രൂഷ കൊണ്ട് കിട്ടുന്നിടത്തോളം ആത്മാക്കളെ രക്ഷിക്കാൻ വേണ്ടി ഈശോ ഓടി നടക്കുകയല്ല ചെയ്യുന്നത്. അവനാകട്ടെ ജനക്കൂട്ടത്തെ പിരിച്ചു വിട്ടതിന് ശേഷം പ്രാർത്ഥിക്കാൻ വേണ്ടി, ഏകാന്തതയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി മലയിലേക്ക് കയറിപ്പോയി. പ്രിയപ്പെട്ടവരെ, ജോലി തിരക്ക് കഴിഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥന ഉണ്ടാകില്ല. ജീവിതത്തിൽ എല്ലാ കാര്യവും ശരിയായതിനു ശേഷം പ്രാർത്ഥിക്കാൻ സമയം ഉണ്ടാകില്ല. ചില തിരക്കുകൾ നമ്മൾ മാറ്റിവെക്കേണ്ടി വരും. ഈശോയ്ക്ക് 1-ാം സ്ഥാനം കൊടുക്കുമ്പോൾ അതിനുപരി വേറെ ഒന്നിനെയും പ്രതിഷ്ഠിക്കാതെ ഈശോയ്ക്ക് വേണ്ടി സമയം മാറ്റിവെക്കാൻ വേണ്ടി പല വ്യഗ്രതകളും നമ്മൾ മാറ്റിവെക്കേണ്ടി വരും. ഹല്ലേലൂയ. ഈശോ അവൻ ജനക്കൂട്ടത്തെ പിരിച്ചു വിട്ടതിന് ശേഷം മലമുകളിലേക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി. രാത്രിയായപ്പോഴും അവൻ അവിടെ തനിച്ച് ആയിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സുവിശേഷങ്ങളിലുടനീളം വ്യത്യസ്ത അവസരങ്ങളിൽ യേശുവിന്റെ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അവസരമാണ് ലൂക്കായുടെ സുവിശേഷത്തെ 6-ാം അധ്യായത്തിൽ 12-ഉം 13-ഉം വാക്യങ്ങൾ.
ആ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥിക്കാനായി ഒരു മലയിലേക്ക് കയറി. അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ചെലവഴിച്ചു. ജാഗരണ പ്രാർത്ഥന നടത്തുന്ന ഈശോ പ്രഭാതമായപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച് അതിൽ നിന്ന് 12 അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ വ്യക്തികളുടെ ഹൃദയം അറിയുന്ന ദൈവം. സമരിയാക്കാരി വന്നപ്പോൾ നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ നിന്റെ ഭർത്താവല്ല എന്ന് പറഞ്ഞ കർത്താവ്. നഥാനേലോട് നീ അത്തിമരത്തിൽ ചൂടിയിരിക്കും നിന്നെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞ കർത്താവ്. അത്രയും വ്യക്തതയോടുകൂടി ഓരോരുത്തരെയും അറിയാവുന്ന യേശു ഇതാ അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കാൻ വേണ്ടി അനേക രാത്രികളിൽ ജാഗരണ പ്രാർത്ഥന നടത്തുകയാണ്. എന്നിട്ട് അവൻ പ്രഭാതമായപ്പോൾ 12 അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്തു. ദൈവപുത്രനായിരുന്നിട്ടും സകലരുടെ ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും മനസ്സറിഞ്ഞിട്ടും യേശു ഒരു തീരുമാനമെടുക്കാൻ വേണ്ടി അനേക രാത്രികൾ ജാഗരണ പ്രാർത്ഥന നടത്തിയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ എത്രയധികം നമ്മൾ പ്രാർത്ഥിക്കണം ആത്മീയ മേഖലയിലും ഭൗതിക മേഖലയിലും ഓരോ തീരുമാനമെടുക്കാൻ. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കാം. അപ്പസ്തോലന്മാർ ഈശോയോട് പറഞ്ഞു, കർത്താവേ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. ഈശോ പ്രാർത്ഥിച്ചതുപോലെ, ഈശോ പ്രാർത്ഥിച്ച് ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളിലും മുന്നോട്ട് പോയതുപോലെ, ഈശോ പ്രാർത്ഥിച്ച ഓരോ പ്രതിസന്ധികളും തരണം ചെയ്തതുപോലെ, ഈശോ പ്രാർത്ഥിച്ച് പിതാവിൻ്റെ ഹിതം നിറവേറ്റിയതുപോലെ കർത്താവേ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് കരങ്ങൾ ഉയർത്തി കണ്ണുകളടച്ച് നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ കർത്താവിലേക്ക് കൊടുത്ത് മനസ്സ് തുറന്ന് കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവേ, ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. ഞങ്ങളെയും തീക്ഷണതയോടെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. രാത്രി യാമങ്ങളിൽ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഉപവസിച്ച് പ്രാർത്ഥിക്കുക, വ്യക്തിപരമായി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, ഉപജീവന മാർഗങ്ങളിലേക്ക് ആത്മീയ ബോധ്യമെല്ലാം ദൈവങ്ങളുടെ കർത്താവേ കടന്നു വരണമേ. ഈശോയേ, 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 ഈശോയേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. കർത്താവിൻ്റെ സന്നദ്ധയിൽ ഓരോ ദൈവമക്കളും തങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുകയാണ്. ജീവിതത്തിൽ കുടുംബ പ്രാർത്ഥനയ്ക്കും ദേവാലയത്തിലെ ശുശ്രൂഷകളും ഒക്കെ പ്രാധാന്യം കൊടുക്കുന്നവർ നമ്മൾ. ഒത്തിരി കാലം ഈശോയുടെ കൂടെ നടന്നിട്ടും ഈശോ അപ്പസ്തലന്മാരോട് പറഞ്ഞ കാര്യം നമുക്ക് ഓർക്കാം. ഈശോ പറഞ്ഞു, പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുകയും
7:7 ചോദിക്കുമെന്ന് ലഭിക്കുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ. കർത്താവ് ഈ നിമിഷം ഞങ്ങൾ കൂട്ടായ്മയെ പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ വ്യത്യസ്ത ദിക്കുകളായിരുന്ന ഈ ശുശ്രൂഷയെ പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കളോടും ചേർന്ന് സഭയുടെ കൂട്ടായ്മ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. കണ്ണുനീരോടെ നെടുവീർപ്പോടുകൂടി ഹൃദയം നുറുങ്ങി ഈശോയുടെ സന്നിധി പ്രാർത്ഥിക്കുവാൻ, പ്രാർത്ഥിച്ച് ഞങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം പൂർത്തിയാക്കുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ മേൽ അവിടുത്തെ ചൈതന്യം വർഷിക്കണമേ കർത്താവെ. ഓരോ ദൈവമക്കളും ആയിരിക്കുന്ന സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ഹൃദയം കൊണ്ട് ഈശോയുടെ സന്നിധി പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ ഈ ശുശ്രൂഷയെ പകരുന്ന എല്ലാ ദൈവമക്കളെയും അങ്ങയുടെ കരുണയുള്ള കരങ്ങളിലേക്ക് ഞങ്ങൾ വരവേൽപ്പിക്കുന്നു. രോഗികളായി ശുശ്രൂഷ പങ്കെടുക്കുന്നവരെ അങ്ങയുടെ നാമത്താൽ സുഖപ്പെടുത്തണമേ. വ്യത്യസ്തമായ തടസ്സങ്ങളിലൂടെ ക്ലേശിക്കുന്നവരെ അവിടുത്തെ കൃപയാൽ വിടുവിക്കണമേ കർത്താവേ. പാപത്തിന് അടിമതി കഴിയുന്നവരെ മോചിപ്പിക്കുന്ന കർത്താവേ. ഹൃദയം നിറങ്ങിയൊരു കർത്താവ് സമീപസ്ഥനാണെന്ന വചനം ഇന്ന് ഈ നിമിഷം ഞങ്ങളുടെ ജീവിതത്തിൽ മാംസം ധരിക്കട്ടെ കർത്താവേ. ഹൃദയം നിറങ്ങി പ്രാർത്ഥിക്കുവാൻ, അങ്ങയുടെ സത്യം പ്രാർത്ഥിക്കുവാൻ, ഒരിക്കലും അങ്ങയുടെ സാന്നിധ്യം ഉപേക്ഷിക്കാതെ, ഒരിക്കലും അങ്ങയുടെ സ്നേഹത്തിൽ അകന്നു പോകാതിരിക്കുവാൻ, ഈശോയെ അവിടുന്ന് പിതാവിനോട് ചേർന്നിരുന്നത് പോലെ, അവിടുന്ന് പിതാവിൻ്റെ സാന്നിധ്യത്തിലായിരുന്നത് പോലെ സദാസമയം ആ സാന്നിധ്യത്തിനായിരിക്കും ഞങ്ങളെ സഹായിക്കണമേ. ദിവ്യകാരുണ്യ ഈശോ ആശീർവദിക്കുന്ന സമയത്ത് കരങ്ങൾ ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തി മനസ്സ് തുറന്ന് എല്ലാ ദൈവമക്കളും ഹൃദയം നിറങ്ങി കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, രോഗികളെ സുഖപ്പെടുത്തണമേ. പാപത്തിന് അടിമത്തി കഴിയുന്നവരെ അവിടുന്ന് മോചിപ്പിക്കണമേ. തകർന്ന ജീവിതങ്ങളെ അവിടുന്ന് വിടുവിക്കണമേ. ഈശോയുടെ നാമത്തിന്റെ ശക്തിയാൽ സകലത്തിനും അനുഗ്രഹം പ്രാപിക്കട്ടെ. ആത്മീയ മേഖലയിൽ അപരിചയത്തിലൂടെ കടന്നു പോകുന്നുണ്ടെന്ന് പ്രാർത്ഥനയുടെ കൃപയുടെ ചൈതന്യം വർഷിക്കണമേ കർത്താവ്. പ്രാർത്ഥനയുടെ ഈ കൃപയുടെ ചൈതന്യം വർഷിക്കണമേ കർത്താവ്. യേശുവേ, യേശുവേ, യേശുവിന്റെ നാമത്തിന്റെ മഹത്വം വെളിപ്പെടട്ടെ. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. ഈശോയെ, ഈശോയെ, ഈശോയെ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് കണ്ണുകളടച്ച് ഈശോയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. കരഞ്ഞ് പ്രാർത്ഥിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. കരഞ്ഞു പ്രാർത്ഥിക്കൂ.